ഇസ്രായേലും ഹമാസും തമ്മിൽ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന 20 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് നേരിൽ കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലെത്തി. ഭീകരാക്രമണങ്ങളെ തുടർന്ന് 2 വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം സുരക്ഷിതരായി തിരിച്ചെത്തുന്ന അവസാനത്തെ ജീവിച്ചിരിക്കുന്ന ബന്ദികളാണ് ഇവർ. ഇസ്രായേലും ഹമാസും ഇനി യുദ്ധം ചെയ്യില്ലെന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തിയിട്ടുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായി 28 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുനൽകാൻ ഹമാസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ചില മൃതദേഹങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. റെഡ് ക്രോസിന്റെ 10 വാഹനങ്ങൾ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഗസയിലേക്ക് പോകുമെന്നും പ്രത്യേക കൈമാറ്റ ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗസയിൽ നിന്നും മോചിതരാകുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇസ്രായേലി ജനത ഉത്കണ്ഠയോടെ ബന്ദികൾക്കായി കാത്തിരിക്കുന്നതായി പ്രസിഡന്റ് ഐസക് ഹെർഗോസും പറഞ്ഞു. ബന്ദി മോചനത്തിന് കൃത്യസമയം നിശ്ചയിച്ചിട്ടില്ലെന്നാണ് സൂചന. ഇന്ന് രാവിലെ മുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ പറഞ്ഞു. സ്വകാര്യമായി നടത്തുന്ന ബന്ദി മോചനത്തിൽ മാധ്യമങ്ങളെ അനുവദിക്കില്ലെന്നാണ് സൂചന. റെഡ് ക്രോസ് ആയിരിക്കാം ബന്ദികളെ സ്വീകരിച്ച് ഇസ്രായേലിന് കൈമാറുകയെന്ന് സൂചനയുണ്ട്. ഇസ്രായേലി സേനയും ആശുപത്രി സംവിധാനങ്ങളും ബന്ദികളെ സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ബന്ദിമോചനം സാധ്യമാക്കിയ US പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞ് ഇസ്രായേലി ജനതയും സജീവമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ടെൽ അവീവ് നഗരത്തിൽ നടന്ന റാലിയിൽ 10,000-കണക്കിന് ഇസ്രായേലികളാണ് പങ്കെടുത്തത്. ട്രംപിന് നന്ദി പറയുന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ട്രംപിന്റെ മകൾ ഇവാങ്കയുടെ ഭർത്താവ് ജാരദ് കുഷ്ണർ, US-ന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്തു. വിറ്റ്കോഫ് ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പേര് പരാമർശിക്കവേ കൂക്കിവിളികളുണ്ടായി. ഇതിനിടെ ഇസ്രായേലി സേന പിന്മാറിയ ഗസ പ്രദേശങ്ങളിലേക്ക് ഫലസ്തീനികൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഗസയിൽ നിന്ന് 5 ലക്ഷം പേർ വടക്കൻ ഗസയിൽ തിരിച്ചെത്തിയതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. ഭൂരിഭാഗം പേരുടെയും പാർപ്പിടങ്ങൾ നശിച്ച നിലയിലാണ്. ഗസയിലേക്ക് സഹായ വസ്തുക്കൾ കടത്തിവിടുന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു. വ്യാഴാഴ്ച തന്നെ 500 ട്രക്ക് വസ്തുക്കൾ കടത്തിവിട്ടിരുന്നു. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചതും ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതുമായ 20 പദ്ധതി ചർച്ച ചെയ്യാനുള്ള രാജ്യാന്തര ഉച്ചകോടിയും ഇന്ന് നടക്കും. ഗസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടയിലാണ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിൽ 20ഓളം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി. എന്നാൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രതിനിധികളാരും എത്തില്ല. ഇസ്രായേലിൽ നിന്ന് ആരെയും അയക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് ഷോഷ് ബെഡ്രോസിയൻ AFCയോട് പ്രതികരിച്ചു. നെതന്യാഹു എത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നത്. ഐക്യരാഷ്ട്ര സംഘടന ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാർമർ, തുർക്കി പ്രസിഡന്റ് തൊയ്യിബ് എർദോഗാൻ, ഇറ്റലി പ്രധാനമന്ത്രി ജോർജ് മെലോനി, സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ ജനതകളുടെ ന്യായമായ ആവശ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള തുടർ ചർച്ചകളുമായി സമാധാന വഴിയിൽ എല്ലാവരും ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങണമെന്ന് ഉച്ചകോടിക്ക് ആശംസ നേർന്നുകൊണ്ട് ലിയോ മാർപ്പാപ്പ പറഞ്ഞു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ കർമ്മ പദ്ധതിക്കൊപ്പം പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം പുലർന്നു കാണുന്നതിന് വേണ്ട നടപടികളും ഉച്ചകോടി സമഗ്രമായി ചർച്ച ചെയ്യും. അതേസമയം ഗസ സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ശനിയാഴ്ചയാണ് ഉച്ചകോടിയിലേക്ക് മോദിയെ ക്ഷണിച്ചത്.